നമസ്കാരം. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഒരു സംഭവകഥ ഓർക്കുകയാണ്. ഒരിക്കൽ ഹാസ്യ സാമ്രാട്ടായ ചാർലി ചാപ്ലിൻ പ്രേക്ഷകരുടെ മുമ്പിൽ ഒരു കോമഡി പ്രോഗ്രാം അവതരിപ്പിക്കുകയാണ്. ജനങ്ങളെല്ലാം മാർത്ത് ചിരിച്ചു. എല്ലാവരും ചിരിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമതും അദ്ദേഹം ആ പരിപാടി തന്നെ വീണ്ടും അവതരിപ്പിക്കുക. അധികം പേര് ചിരിച്ചില്ല. മൂന്നാമത് അവതരിപ്പിച്ചു, വളരെ കുറച്ച് പേര്. നാലാമതും അഞ്ചാമതും അവതരിപ്പിച്ചു. പിന്നീട് ആരും ചിരിക്കാതെയായി. തൻ്റെ കോമഡി പരിപാടി അവിടെ നിർത്തിവെച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഒന്നാമത് അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും പൊട്ടിച്ചിരിച്ചു, രണ്ടാമതോ കുറച്ച്, മൂന്നാമതോ നാലാമതോ അഞ്ചാമതോ ആരും ചിരിക്കുന്നില്ല. പക്ഷേ ആദ്യം അവതരിച്ച പരിപാടി തന്നെയാണ്, കോമഡി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പിന്നീട് അവതരിപ്പിച്ചത്. എന്തുകൊണ്ട് നിങ്ങൾ ചിരിച്ചില്ല? എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ ദുഃഖകരമായ വിഷമകരമായ കാര്യങ്ങളുണ്ട്. ഇപ്പോഴും അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഓർത്തോർത്ത് അത് വിട്ടുകളയാമായിരുന്നിട്ടും ഒരു ഹാസ്യപരിപാടി വീണ്ടും വീണ്ടും അവതരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മളിൽ പലരും ദുഃഖകരമായ കാര്യങ്ങൾ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ, ക്ഷമിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോഴും പിടിച്ചു വെച്ച് ഓർക്കുമ്പോഴെല്ലാം കൂടുതൽ വെറുപ്പും കൂടുതൽ ദുഃഖവും കൂടുതൽ കരച്ചിലുമായിട്ട് മുന്നോട്ട് പോവുകയല്ലേ ചെയ്യുന്നത് എന്ന്. അങ്ങനെ ആ സമൂഹത്തിന് ചാർലി ചാപ്ലിൻ ഒരു ഗുണപാഠം പകരുകയായിരുന്നു. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: സന്തോഷം പ്രാർത്ഥനയാണ്, സന്തോഷം ശക്തിയാണ്, സന്തോഷം സ്നേഹത്തിൻ്റെ വലയാണ്. സന്തോഷം എന്താണ്? പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുമുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ സന്തോഷം മാത്രമില്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ സന്തോഷം പ്രാർത്ഥനയാണ്, സന്തോഷം ശക്തിയാണ്. ചിലർ എനിക്ക് എൻ്റെ ശക്തി കെട്ടുപോയി അത് കേട്ടതോടുകൂടി, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായതോടുകൂടി ശക്തി കെട്ടുപോയി. അങ്ങനെ ശക്തി ഉള്ളതല്ല. ഇന്നത്തെ ദിവസം ജീവിച്ചിരിക്കുന്നത് തന്നെ ഒരു ശക്തിയാണ്, ഒരു സന്തോഷമാണ്. അതുകൊണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇന്നത്തെ ദിവസത്തെ നേരിടൂ. നമുക്കും നമ്മുടെ മുമ്പിൽ വരുന്നവർക്കും അവരുടെ ശരീരത്തിൽ എൻഡോർഫിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടും. രോഗപ്രതിരോധ ശക്തി കിട്ടാനും സൗഖ്യത്തോടെ ഇരിക്കാനും സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ സന്തോഷ ശക്തിയാണ്, ശരീരത്തിനും മനസ്സിനും ആത്മാവിനും ശക്തിയാണ്. സന്തോഷം സ്നേഹത്തിൻ്റെ വലയാണ്. വല എന്ന് പറഞ്ഞാൽ കടലിലേക്കോ കായലിലേക്കോ പുഴയിലേക്കോ വലയെറിയുമ്പോഴാണ് മത്സ്യം കിട്ടുന്നത്. മത്സ്യം മാത്രമല്ല, കടലിൻ്റെ അഗാധതയിലുള്ള വിലയുള്ള ആ സമ്പത്തുകളെല്ലാം ലഭിക്കുന്നത്. ചെമ്മീനായാലും കൊഞ്ചായാലും സ്രാവായാലും തിമിംഗലമായാലും ചെറുമീനുകളായാലും ചെറുതും വലുതും വില കുറഞ്ഞതും വില കൂടിയതുമായതെല്ലാം അതിൽ ഉൾപ്പെടും. ഇതുപോലെ സന്തോഷം സ്നേഹത്തിൻ്റെ വലയാണ് എന്ന് പറഞ്ഞാൽ ആ വലയിൽ എല്ലാം അകപ്പെടും. സ്നേഹം കൊണ്ട് നമുക്ക് മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം. സ്നേഹം കൊണ്ട്, പുഞ്ചിരി കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ പ്രസന്നമാക്കാം. പുഞ്ചിരിക്കുമ്പോൾ മുഖം പ്രകാശിക്കുന്നു. മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ മനസ്സിൽ ദുഃഖവും വിഷമവും ഭാരവും വെറുപ്പും ഒക്കെ ഒളിപ്പിച്ചു വെച്ചാൽ മുഖത്ത് പ്രകാശിക്കുന്നത് എന്തായിരിക്കും? മുഖത്ത് പ്രകാശമല്ല, ഇരുട്ടായിരിക്കും വരുന്നത്. നമ്മൾ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് അറിയില്ലെങ്കിലും മറ്റുള്ളവരെക്കുറിച്ച് പറയും, എന്തൊരു ഇരുട്ടാണ് അയാളുടെ മുഖത്ത്, അയാളുടെ മുഖം കണ്ടാൽ തന്നെ ഒരു ചൈതന്യമില്ല എന്ന് പറയും. നമ്മളിലേക്ക് തന്നെ ഒന്ന് നമുക്ക് തിരിഞ്ഞു നോക്കാം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാം. വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുന്നതിനും അങ്ങനെ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. ദൈവവചനം വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും സന്മാർഗത്തിലൂടെ ചരിക്കുന്നതും സന്മാർഗങ്ങൾ കേൾക്കുന്നതും കലാകായിക മത്സരങ്ങളെല്ലാം ചെയ്യുന്നതും ഏത് ചെയ്യുമ്പോഴും എന്തുണ്ടാകണം? സന്തോഷം വേണം. ഹോബികളിൽ ഏർപ്പെടുമ്പോഴും നമുക്ക് കിട്ടേണ്ടത് സന്തോഷമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് സ്നേഹമാണ്. സാഹചര്യങ്ങൾ പ്രതികൂലമായാലും ചിന്തകനായ ഓഷോ പറഞ്ഞതുപോലെ ഒരു തിര ചെറുത് ഒരു തിര വലുത് എന്നൊരിക്കലും പറയാനാവുകയില്ല. ഓരോ തിരയ്ക്കും അതിൻ്റെ പ്രാധാന്യമുണ്ട്. കടലിലെ തിരയുടെ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നിനെയും വില
കുറച്ച് കാണാനോ ഒന്നിനെയും അവഗണിക്കാനോ നമുക്ക് സാധിക്കുകയില്ല. ഈ വള്ളമൊക്കെ ഇറക്കുന്നവർ കണ്ടിട്ടില്ലേ? തിര മുഴുവൻ തീർന്നിട്ട് ഒരിക്കലും വള്ളം ഇറക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഉള്ള തിരയുടെ ഇടക്ക് കൂടെ ഏലേലം പാടിക്കൊണ്ട് തള്ളിക്കൊണ്ട് ആ തിരയെ മുറിച്ചുകൊണ്ട് വള്ളം ഇറക്കും. പിന്നെ അതങ്ങോട്ട് പോയിക്കോളും. ഇത് തുഴഞ്ഞു പോകാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെല്ലാം അനുകൂലമായിട്ട് ഒരിക്കലും നമുക്കൊരു കാര്യവും തീരുമാനമെടുക്കാനോ ചെയ്യാനോട്ടോ സാധിക്കുകയില്ല. ഇന്നെന്നുള്ള ദിവസം ദൈവം തന്ന അനുഗ്രഹങ്ങളെ, ബ്ലെസ്സിങ്സിനെ, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങളെ നമുക്ക് ഓർക്കാം. നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നത്, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളിത് കേൾക്കുന്നത് തന്നെ ഒരു ബ്ലെസ്സിങ് അല്ലേ? കാരണം എത്രയോ പേര് കണ്ണുണ്ടായിട്ട് കാണാത്തവരും കാതുണ്ടായിട്ട് കേൾക്കാത്തവരുണ്ട്. അല്പം മുമ്പ് ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കണേ കേട്ടോ, എൻ്റെ അപ്പനെ ഇവിടെയെങ്ങും പറ്റാഞ്ഞിട്ട് ദൂരെ ഏതോ നാട്ടിൽ കണ്ണിന് ഓപ്പറേഷൻ. കാരണം ഓപ്പറേഷൻ ചെയ്താൽ കാഴ്ച തിരിച്ച് കിട്ടാൻ സാധ്യത ഒന്നും ഉറപ്പൊന്നുമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ലോണം പ്രാർത്ഥിക്കണേ എന്ന് വിളിച്ചു പറഞ്ഞതാണ്. കാരണം കണ്ണുണ്ടായിട്ട് കാഴ്ച നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ കണ്ണിൻ്റെ കാഴ്ച വീണ്ടും കിട്ടാൻ, അതുപോലെ നാവുണ്ടായിട്ട് ചലിപ്പിക്കാൻ പറ്റാത്തവരും ശബ്ദം കേൾക്കാൻ പറ്റാത്തവരും. കഴിഞ്ഞ ദിവസം പള്ളിയിലേയും കഴിഞ്ഞ് ഞങ്ങളുടെ പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുനാളാണ്. പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരു സഹോദരി ഓടി വന്ന് പിടിച്ചിട്ട് പറഞ്ഞു, ചെവി കേൾക്കുന്നില്ല, ഒരു ചെവി ഒട്ടും കേൾക്കുന്നില്ല, ഇനി പോകാത്ത സ്ഥലമൊന്നുമില്ല, എന്താണെന്ന് കണ്ടുപിടിക്കുന്നില്ല. അപ്പോൾ ഇനി വല്ല ട്യൂമറായിരിക്കുമോ ഷൈജു? എപ്പോഴാണ് ഷൈജുവിനെ കുറേ നാളായി കണ്ടിട്ടൊന്നും പറഞ്ഞ്. അപ്പോൾ വ്യത്യസ്ത സമയങ്ങളിൽ വരുന്നത് കൊണ്ടായിരിക്കാം കാണാതെ പോകുന്നത്. അപ്പോൾ പറഞ്ഞു, ഒന്ന് കാണണം, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഇത്രയും നാൾ കാഴ്ചയും കേൾവിയും എല്ലാം ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് വെച്ച് ഇപ്പോൾ കേൾവിക്ക് പ്രശ്നമായിരിക്കുന്ന അവസ്ഥകൾ. അപ്പോൾ നമ്മളിങ്ങനെ നിവർന്ന് നടക്കാൻ, ഇങ്ങനെ ചാരി ഇരിക്കാൻ, ഇതൊക്കെ കാണാൻ, കേൾക്കാൻ, ഇതെല്ലാം ഒത്തിരി ബ്ലെസ്സിങ് ആണ്. അതുകൊണ്ട് ജീവിതത്തിലെ അനുഗ്രഹങ്ങളെ നിങ്ങളൊന്ന് എണ്ണി നോക്കൂ. പറ്റുമെങ്കിൽ ഒരു പേപ്പറിലൊന്ന് എഴുതി വെക്കൂ. ഇതാ അനുഗ്രഹങ്ങളും നന്മകളും ഓർക്കുമ്പോൾ സങ്കടങ്ങളും പരാതികളും നിസ്സാരമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മനഃശാസ്ത്രജ്ഞനായ വിൻസെൻ്റ് പീലിനെ ഒരിക്കൽ ഒരാൾ വിളിച്ച് പറഞ്ഞു, ഞാൻ മരിക്കാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും ഒരു സന്തോഷവുമില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും വിൻസെൻ്റ് പീൽ അദ്ദേഹത്തെ തൻ്റെ അടുക്കലേക്ക് ആനയിച്ചു. അടുത്ത് വന്ന ആളോട് ഒരു വെള്ള പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം ഇതിൽ എഴുതുക എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു, ഒന്നും ഓർക്കാനില്ല. പേപ്പർ രണ്ടാക്കി മടക്കി കൊണ്ട് പറഞ്ഞു, ഇപ്പുറത്ത് സങ്കടങ്ങൾ എഴുതുക. ഒത്തിരി എഴുതി. എന്നിട്ട് ഇദ്ദേഹം വിൻസെൻ്റ് പീൽ പറഞ്ഞു, സങ്കടങ്ങൾ എഴുതിയിട്ടും തീരുന്നില്ല. എന്നാൽ നിങ്ങളുടെ ഭാര്യ എപ്പോഴാണ് നിങ്ങളെ വിട്ടിട്ട് പോയത്? ഒന്ന് പോ മനുഷ്യ. എൻ്റെ ഭാര്യ വിട്ടിട്ടൊന്നും പോയിട്ടില്ല. എഴുതാൻ പറഞ്ഞു. സന്തോഷമുള്ള കാര്യങ്ങൾ ഓർപ്പിച്ചു. നിങ്ങളുടെ മക്കൾ എപ്പോഴാണ് കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ പോയത്? അയാൾ പറഞ്ഞു, എൻ്റെ മക്കളെ പറയരുത് കേട്ടോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എഴുതാൻ പറഞ്ഞു. അങ്ങനെ ഓരോന്നോരോന്ന് ചോദിച്ചപ്പോഴേക്കും അയാളുടെ പാട്ടിന് അയാൾ പോയി. കാരണം ഒരു സ്വയം തിരിച്ചറിവ് അയാൾക്കുണ്ടായി. അതുകൊണ്ട് ഇപ്പോഴുള്ള നന്മകളെ നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കൂ. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞ ഇതാണ്. ഇതാ മുഖം ഒന്ന് വിടർന്നിരിക്കാൻ, മുഖം ഒന്ന് തെളിഞ്ഞിരിക്കാൻ നിങ്ങളൊരു കരകൗശല വേലയും ഇതുമേ ചെയ്യണ്ട. ഏതാ പറ്റുമെങ്കിൽ അത്യാവശ്യം എണ്ണയിട്ട് ഒന്ന് സോപ്പിട്ട് ഒന്ന് തേച്ച് കുളിച്ചാൽ മതി. അതാ നല്ല പ്രകാശത്തോടെ ഇരിക്കും. ഇനി മുഖം കടന്നൽ കുത്തിയതുപോലെ ഇരിക്കണം എന്നൊക്കെ ചിലപ്പോൾ വീട്ടിലുള്ളവർ പറയൂലേ, അത് അവരുടെ അനുഭവമാണ്. കാരണം അങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ടാക്കല്ലേ. ഈ മുഖം തന്നിരിക്കുന്നത് അത് പ്രശോഭിക്കാൻ, അത് സന്തോഷത്തോടെ ഇരിക്കാൻ, ചൈതന്യത്തോടെ ഇരിക്കുവാനാണ്. ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളാണ് ഞാനും നിങ്ങളും. അങ്ങനെ ജീവിതം നമുക്ക് സന്തോഷകരമായ കാര്യങ്ങൾ ഓർക്കുകയും സന്തോഷത്തോടെ ജീവിക്കുകയും മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ടും നമുക്ക് ജീവിക്കാം. ബി ഹാപ്പി ഈസ് ടു മേക്ക് അതേഴ്സ് ഹാപ്പി. അതിന് കാശും പണമൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു വിടർന്ന പുഞ്ചിരിയെങ്കിലും നമുക്ക് സമ്മാനിക്കാം. സുഖമാണോ എന്നൊന്ന് ചോദിക്കാം. ഒരു ഗുഡ് മോർണിംഗ് എന്ന് നമുക്ക്, അല്ലെങ്കിൽ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ, ഒരു ഗുഡ് ഈവനിങ് എന്ന് പറയാം. വിശുദ്ധ ബൈബിളിൽ കാണുന്നുണ്ട് പരിശുദ്ധ മറിയം, യേശുവിൻ്റെ അമ്മ, ഇതാ തൻ്റെ ഇളയമ്മയായ ഏലീശ പുണ്യവതിയെ, അവർ ഗർഭിണിയായിരുന്നു, 6-ാം മാസത്തിൽ സന്ദർശിച്ചപ്പോൾ പരിശുദ്ധ മാതാവിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ച് ചാടിയെന്ന്. കുതിച്ച് ചാടുന്നത് പോട്ട് ഒരനക്കം പോലും ഉണ്ടോ നമ്മുടെ സന്ദർശനം, നമ്മുടെ അന്വേഷണം, നമ്മുടെ വിഷിങ്ങുകളൊക്കെ കേട്ടിട്ട്? അതുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കാം, നമ്മുടെ ജീവിതം പരിവർത്തനപ്പെടുത്താം. ഒരു ജീവിതമുള്ളൂ. ഇതാ വിടർന്ന പുഞ്ചിരിയോടെ സന്തോഷത്തോടെ, ദുഃഖങ്ങളുണ്ടായിരിക്കാം, പക്ഷേ ഓരോ വിളക്കുമരത്തിന് ചുറ്റും ഒരു കരിനിഴലെങ്കിലും, ഒരു നിഴലെങ്കിലും ഉണ്ടായിരിക്കും എന്ന് ഓർക്കുക. പക്ഷേ പ്രകാശം കുറഞ്ഞു പോകാതെ സന്തോഷത്തോടെ ജീവിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.